ഹായ് ഹലോ. അപ്പം ഇന്ന് എൻ്റെ അക്കാടെ മോൾക്ക് ഞാനൊരു പടം ഡ്രോ ചെയ്യാൻ പോവാണ്. അപ്പം അവളെ എൻ്റെ സിസ്റ്ററാണ് ട്യൂഷൻ എടുക്കുന്നത്. അപ്പോൾ അവളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, കൊച്ചല്ലേ നീ വരച്ച് കൊടുക്കുക, നിനക്കറിയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ഇത്രയും ചെറിയ പടങ്ങളൊന്നും ഞാൻ എടുക്കത്തില്ല, പക്ഷേ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ ഇത് തുടങ്ങിയിട്ടുണ്ട് ബേസൊക്കെ. പക്ഷേ വിചാരിച്ച പോലെയല്ല, എന്നാലും ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. അവളുടെ വീട്ടിൽ 5 പേരുണ്ട്, മുത്തശ്ശിയുണ്ട്. അതുപോലെ തന്നെ മുത്തശ്ശിയെ വരയ്ക്കാൻ കുറച്ച് ഞാൻ പ്രയാസപ്പെട്ടു. കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുത്തശ്ശി അമ്മൂമ്മയെ വരയ്ക്കാൻ നല്ല ശോകമായിട്ടുണ്ട്, പക്ഷേ നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറ്. ഇത് ഞാനൊരു സാരി പോലാണ്. ആക്ച്വലി എന്ത് പറഞ്ഞിട്ടാണോ എൻ്റെ കൈ പടം വരയ്ക്കാന്നുള്ളത് എനിക്കാണെങ്കിൽ അറിയാനും വയ്യ. പക്ഷെ നമ്മൾ അമ്മൂമ്മ സെറ്റാക്കിയിട്ട് വരാവേ. ഈ പുസ്തകത്തിൻ്റെ ഉടമയാണ് ഈ കുട്ടി വരച്ച പടങ്ങളാണ് ഇത്രയെന്നാണ് നാളെ സ്കൂളിൽ പോകുന്നത് ടീച്ചർ വിചാരിക്കുന്നത്. പക്ഷേ ആക്ച്വലി ഞാൻ വരച്ച പടമാണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഞാൻ കരുതി ഒരു മുത്തശ്ശിയുടെ മുടി പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെച്ച് മുത്തശ്ശിയായിട്ട് എടുക്കാം. പക്ഷേ അവളുടെ അച്ഛനായത് പാൻറ്റൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് ഞാൻ വിചാരിച്ച് വെറുതെ ആളെ മാറ്റണ്ടെന്ന്. അങ്ങനെ അയാൾക്ക് ഞാൻ കുറച്ച് കണ്ണിന്, എനിക്ക് സത്യം പറഞ്ഞാൽ സ്ട്രക്ചറൊന്നും വരയ്ക്കാൻ അറിയത്തില്ല, പക്ഷേ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കുഴപ്പമില്ല. എനിക്ക് വിഷമം വരുന്നു, ഞാൻ എന്തേ കാണിക്കുന്നത്. ഞാൻ നല്ലതായിട്ട് വരച്ചു ഓൾമോസ്റ്റ് എല്ലാം വരച്ചിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ കുട്ടിയെ കാണിക്കാം, അവളുടെ റിയാക്ഷനോടെ ഞാൻ ആഡ് ചെയ്യാവേ. കുഴപ്പമില്ല, ഞാൻ ഇപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് ഓരോരുത്തരെ പരിചയപ്പെടുത്തി കൊടുത്തരുന്നതാണ്. അപ്പോൾ നമുക്കിനി കുട്ടിയുടെ റിയാക്ഷനായി. കുട്ടി സത്യം പറഞ്ഞാൽ ഫ്ലാറ്റായി ഇത്രയ്ക്ക് കഴിവുണ്ട് അക്കായ്ക്കെന്നൊക്കെ ചിന്തിച്ച്. അപ്പം കുട്ടിക്ക് കണ്ടപ്പോൾ പ്രത്യേകിച്ച് റിയാക്ഷനൊന്നും ഇല്ലായിരുന്നു. എന്തായാലും റിയാക്ഷൻ പറ. ഇത് ഇങ്കി വരച്ചോട്ടെ ഞാൻ വരച്ചത്. എന്ന് വെച്ചാല് നീ കൊച്ചു വെച്ചല്ലേ, അപ്പൊ നീ വരയ്ക്കുന്ന പോലെ എനിക്ക് വരയ്ക്കാൻ പറ്റത്തുള്ളൂ, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരച്ചത്. കളാവോ? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്. പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നും അവള് തന്നില്ല. പിന്നെ ഞങ്ങൾ കളർ അടിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും അവൾക്ക്, അത് അവള് ഇതുപോലെ ചെയ്യും. സത്യം പറഞ്ഞാൽ ചെറിയ പടങ്ങളൊന്നും ഞാൻ എടുക്കാറുള്ളതല്ല. പിന്നെ എൻ്റെ സിസ്റ്ററും ഇവളുടെയൊക്കെ ഓർത്ത്, കാരണം ഇവളെ ഞങ്ങൾക്കൊരു സത്യം പറഞ്ഞ ഒരു ചെറിയ അലക്സയാണ് ഞങ്ങൾക്ക്, എന്ത് പറഞ്ഞാലും കേൾക്കും ചെയ്തു തരും. അതുകൊണ്ട് അത് ഓർത്ത് ഞാനങ്ങ് പാവം, എനിക്ക് കുഴപ്പമില്ല. അവള് വരച്ച പോലെ മെയിനായിട്ട് ഇതിനകത്ത് വരയ്ക്കുന്നത്. സോ അതാണ് ഞാൻ ഇത്ര ഉളായിട്ട് വരച്ച. കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു, അവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് എൻ്റെ സിസ്റ്ററിൻ്റെ ഒരു കമന്റ് കൂടി ഉണ്ട്. ഇഷ്ടപ്പെട്ടോ? എന്താ ഈ കാണിക്കുന്നത്? ഇതൊക്കെ നമ്മുടെ കൈ കിട്ടണമായിരുന്നു, അടിച്ച് കാലക്ക് കൈ കൊടുത്തനെ.